യെസ്, നിങ്ങൾ ഓരോരുത്തരും കേട്ടത് ശരി തന്നെയാണ്. അതായത് പറഞ്ഞാൽ ഡെഡ്പൂൾ 3ന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഷോൺ ലെവേ തന്നെ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഡെഡ്പൂൾ vs സ്പൈഡർമാനെ കാണണമെന്ന് തന്നെ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഏത് സ്പൈഡർമാൻ എന്ന് അവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. സോ നമുക്ക് മിക്കവാറും ഡെഡ്പൂൾ vs സ്പൈഡർമാനെ നമുക്ക് ഈ വരാൻ പോണ സിനിമയിൽ ലഭിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇതേപോലെ കുറേയധികം ന്യൂസുകൾ മാർവലിന്റെ ഭാഗത്തുനിന്നും ഡി സിയുടെ ഭാഗത്തുനിന്നും അതുകൂടാതെ തന്നെ ഹോളിവുഡിൽ സംഭവിക്കുന്ന സിനിമകൾ സീരീസിന്റെ ഭാഗത്തു നിന്നെല്ലാം നമുക്ക് ഈ ആഴ്ചയിലും ലഭിച്ചിട്ടുണ്ട്. സോ അതെല്ലാം തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സമയം ഞാൻ വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങി കളയാം. സോ ആദ്യം തന്നെ നമുക്ക് മാർവലിന്റെ കോഴിക്ക് മുല വരുന്നത് പോലെയുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടുള്ള ബ്ലേഡിലേക്ക് തന്നെ നമുക്ക് നോക്കാം. കാരണം നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലേഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കണമെന്ന് അതിനകത്തുള്ള ആർക്ക് പോലും അറിയില്ല. മാർഷൽ അലി ഒരു കാര്യം പറയുന്നു, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറയുന്നു അതല്ല. കാരണം ഉള്ള ഡയറക്ടേഴ്സ് പോയി, അതുകൂടാതെ തന്നെ ഉള്ള റൈറ്റേഴ്സ് പോയി. ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈവിൾ ഡെഡിൻ്റെയും അതുകൂടാതെ ഏലിയൻ്റെയൊക്കെ ഡയറക്ടറിനെ കൊണ്ട് അവർ ഇനിയിപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യണമെന്നുണ്ടെന്നുള്ളൊരു കാര്യം. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു കൺഫേം ആയി. അതായത് അതും സംഭവിക്കാൻ പോകണമെന്ന് എന്താണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അലിക്ക് തോന്നുമ്പോൾ തോന്നണ പോലെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം റീസെൻ്റ്ലി പുള്ളി പറയുന്നത് നമ്മൾ മറ്റൊരു കാര്യം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വലിയൊരു ഡയറക്ടർ വേണം ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നാണ് മാർഷൽ അലി പറയുന്നത്. പക്ഷേ മാർവലിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് മാർവലിന് ഈ ഒരു സിനിമ ഒരു എന്താ പറയുക വളർന്നു വരുന്ന ഒരു ഡയറക്ടറിനെ കൊണ്ട് ചെയ്യാനാണ് ആഗ്രഹം. സോ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ ആ ഒരു ഭാഗത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ആൻഡ് സിനിമയുടെ ഇനീഷ്യൽ കഥയിലേക്കാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള 1920s സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പാസ്റ്റ് കാണിച്ചുകൊണ്ടായിരിക്കും സിനിമ തുടങ്ങാൻ പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് നമ്മൾ നോക്കിയാൽ ഇതൊന്നുമല്ല, പ്രസൻറ്റിൽ തന്നെയായിരിക്കും ബ്ലേഡിൻ്റെ സിനിമ സംഭവിക്കാൻ പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്ക്രിപ്റ്റ് ആര് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കരുത്. കാരണം അതിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് വീസ്നി സ്നൈപ്സ് പുള്ളിക്കാരനായിരുന്നു ഒറിജിനൽ ബ്ലേഡിനകത്തുള്ള ബ്ലേഡിൻ്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ബ്ലേഡ് സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒത്തിരി സമയം വേണം, ഒത്തിരി ഡെഡിക്കേഷൻ വേണം. പണ്ട് 90s ഞാൻ ഈ സിനിമ ഇറക്കിയ സമയത്താണെങ്കിലും ഞാൻ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് സിനിമ ഇറക്കിയെന്നൊക്കെയാണ്. ഇത് എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങോട്ടാ പോകുന്നത്. മിക്കവാറും ഇത് ക്യാൻസൽ ആകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ നമുക്കിനി ഒരു വലിയൊരു ന്യൂസ് അപ്ഡേറ്റ് നമ്മുടെ ഓരോരുത്തരുടെയും ഫേവറേറ്റ് ഫാമിലി മാൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, റീസെൻ്റ്ലി ഫാദർ ഡേയോട് അനുബന്ധിച്ച് വിൻ ഡീസൽ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഈ ഒരു കാറിൻ്റെ പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് കാറിൻ്റെ ഫോട്ടോ കൺസെപ്റ്റ് ആർട്ട് പുള്ളിക്കാരൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ വീണ്ടും ഒരു എന്താ പറയണ്ട ഒരു ഫ്രോസൺ ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൂടിയിട്ട് കാറ് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് എനിക്കെന്താണെങ്കിലും കണ്ടിട്ട് ഇത് നമ്മുടെ ഭൂമിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ വേറെ വല്ല പ്ലാനറ്റ് ആയിരിക്കും. കാരണം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്താണെങ്കിലും ഊഹിക്കാൻ പറ്റുള്ളൂ. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള കാർ റേസ് ഒന്നും അവർക്ക് കഴിയില്ല. സോ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് എന്താണെന്ന് ഊഹിച്ച് കഴിഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ. സോ ഇനി നമുക്ക് ഈ പറഞ്ഞ ഫാമിലി മാൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇനി അടുത്ത നേരം നമ്മുടെ ഡി സിയിലേക്ക് നോക്കിയാൽ യെസ്, ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ്റെ കുറേയധികം പുതിയ ലീക്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി ഈ ഒരു ഡെയിലി ബ്യൂഗിളിൻ്റെ ഈ ഒരു ആർട്ടിക്കിളിൽ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് സൂപ്പർമാൻ പോയിട്ട് ട്രെയിൻ പിടിച്ചു നിർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് നമുക്ക് മറ്റൊരു ന്യൂസ് മെട്രോപോളിസ് ഈഗിൾസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ന്യൂസിലേക്ക് നോക്കിയാൽ ഇടിഞ്ഞു പൊടിഞ്ഞു വീണ വെൽഡിങ്ങിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആൾക്കാരെ രക്ഷിക്കുന്ന സൂപ്പർമാൻ്റെ ഒരു ന്യൂസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലേഖകൻ ആരാണ്, ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ള ആരാണ്, മറ്റാരുമല്ല ക്ലർക്ക് കെന്റ് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണെങ്കിലും ഏകദേശം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അല്ല ഷൂട്ടിംഗ് തീരാറായെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ സൂപ്പർമാൻ ലെഗസി അല്ലെങ്കിൽ ദ സൂപ്പർമാൻ, കാരണം ലെഗസി എന്നുള്ള പേരൊക്കെ എടുത്ത് പുള്ളി മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. സോ ഇനി നമുക്ക് മറ്റൊരു വലിയൊരു ന്യൂസ് മാർവലിൻ്റെ അപ്കമിങ് TV ഷോ ആയിട്ടുള്ള ഡെയർഡെവിൾ ദ ബോൺ അഗൈനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അത് വേറെ ആരുടെയും ഭാഗത്തുനിന്നല്ല, ചാർലി കോക്സ് തന്നെയാണ് ഇത് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിനു മുമ്പ് നെറ്റ്ഫ്ലിക്സിനകത്ത് നമ്മൾ ഡെയർഡെവിളിൻ്റെ സീരീസ് കണ്ടുവരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഷോ ഏറ്റവും കൂടുതൽ പ്രത്യേകമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ആ ഒരു ഒറ്റ സീക്വൻസിലുള്ള വൺ ഷോട്ട് ആയിട്ടുള്ള ഫൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു സെയിം കാര്യം നമുക്കിനി ബോൺ അഗൈനകത്തും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ചാർലി കോക്സ് പറയുന്നത്. കാരണം മാർവൽ എന്താണോ നമ്മൾ നേരത്തെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതേ സെയിം സാധനങ്ങൾ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർവൽ ഈ ഒരു സീരീസിൽ നിന്ന് ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
എന്ത് തേങ്ങക്കൊല ആയിക്കോട്ടെ ഷീ ഹൽക്കിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ആകരുത്. ഷീ ഹൽക്കിന് ഇനി മിക്കവാറും ഷീ ഹൽക്കിന് ഇതിനകത്ത് ഇനി കൊണ്ടുവരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ എന്താണെങ്കിലും ഈ ഒരു കാര്യം നമുക്ക് ചാർലി കോക്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം നെറ്റ്ഫ്ലിക്സിനകത്ത് ഉണ്ടായിരുന്ന ഒരു വൺ ഓഫ് ദി കിഡിലനായിട്ടുള്ളൊരു ഷോ തന്നെയായിരുന്നു ദ ഡെയർഡെവിൾ ബോൺ അഗെയിൻ. സോ ഇനി നമുക്കൊരു ഒഫീഷ്യൽ അല്ലാത്ത ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ന്യൂസ് മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, റയൻ ഗോസ്ലിങ്ങിനെ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കിഡിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. റീസെൻ്റ്ലി കുറേയധികം റൂമേഴ്സ് ഉണ്ടായിരുന്നു ഗോസ്റ്റ് റൈഡറിൻ്റെ ആ ഒരു ക്യാരക്ടറിലേക്ക് പുള്ളിക്കാരനെ മാർവൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളെല്ലാം തന്നെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യലായിട്ടാണെങ്കിലും അൺഒഫീഷ്യലായിട്ടാണെങ്കിലും മാർവൽ കൺഫേം ചെയ്തു റയൻ ഗോസ്ലിംഗ് തന്നെയായിരിക്കും MCUവിനകത്ത് പുതിയ ഗോസ്റ്റ് റൈഡറിൻ്റെ റോള് പ്ലേ ചെയ്യാൻ പോകുന്നതെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എവിടെ പോയി നമ്മുടെ നിക്ക് കേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിക്ക് കേജും വരും. കാരണം ഇതിപ്പോൾ എന്താണെങ്കിലും മൾട്ടിവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയും, ഇതൊരു കൺഫേംഡ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്കിതൊരു അൺഒഫീഷ്യൽ സോഴ്സിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അവരും ഇപ്പോഴും നമുക്കൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാർവലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ഒരു 90% റയാൻ ഗോസ്ലിംഗ് തന്നെയായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നല്ലൊരു കാസ്റ്റിംഗ് ആയിരിക്കും തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു. കാരണം റയാൻ ഗോസ്ലിംഗിന് ആ ഒരു വൈബ് ഉണ്ട് ഗോസ്റ്റ് റൈഡറിൻ്റെ തന്നെ. ജോണി ബ്ലേസ് ആകാനുള്ള നല്ലൊരു കഴിവുള്ളൊരു ആക്ടറായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നേരെ അവഞ്ചേഴ്സിൻ്റെ 5ാം ഭാഗത്തിനെ കുറിച്ചിട്ടുള്ള വലിയ കുറേ വിശേഷങ്ങൾ ഞാനല്ല നിങ്ങളോട് പറയാൻ പോകുന്നത്. ബെൻഡിക്ട് കംബർബാച്ച് തന്നെ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ സ്ട്രേഞ്ചിനെ നമുക്ക് എന്താണെങ്കിലും അവഞ്ചേഴ്സ് 5-ൽ കാണാൻ സാധിക്കും തന്നെയാണ്. ആൻഡ് ബെൻഡിക്ട് കംബർബാച്ച് മറ്റൊരു കാര്യം കൂടി പറയുന്നു, അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ അവഞ്ചേഴ്സ് 5ൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ബെൻഡിക്ട് കംബർബാച്ച് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ആര്, എവിടെ, എപ്പോ? കാരണം നമുക്കറിയില്ല ഈ സിനിമ ആരാണ് ഡയറക്റ്റ് ചെയ്യാൻ പോണത്, ആരൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും. കാസ്റ്റ് പോലും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. എന്താണ് ഈ സിനിമയുടെ സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഇതൊന്നും മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. സോ ഒബ്വിയസ്ലി ഏതൊരു ഫാൻ്റെ മൈൻഡിലുണ്ടാകുന്ന ആദ്യത്തെ ഒരു ചോദ്യം തന്നെയാണ്, ഇതൊക്കെ എങ്ങനെ? ഒബ്വിയസ്ലി എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്, ഇതൊക്കെ എങ്ങനെയെന്ന്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സെഗ്മെന്റിലേക്ക് തന്നെ കടക്കാം. ഈ ആഴ്ചയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ന്യൂസ് നമുക്ക് അതിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഷോൺ ലെവേ തന്നെ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരന് ഏതൊരു ക്യാരക്ടറിനെയാണ് ഡെഡ്പൂളിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കാണണ്ടേ എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ പുള്ളിക്കാരൻ തന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സ്പൈഡർമാനും ഡെഡ്പൂളും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ രണ്ടുപേരും നേർക്ക് നേരെ വരുന്നത് കാണാനാണ് ഷോൺ ലെവിക്ക് താല്പര്യം എന്നാണ് പുള്ളിക്കാരൻ റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ശരിയായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ മൾട്ടിവേഴ്സിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഭയങ്കര വലിയ മാസീവ് ആയിട്ടുള്ളൊരു ഫാൻ തിയറിയൊക്കെ അപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പൈഡർമാൻ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. ടോം ഹോളൻഡിൻ്റെ ആകാം, ആൻഡ്രൂ ഗ്രാഫിൻ്റെ ആകാം, അല്ലെങ്കിൽ ടോബി മെക്യോൻ്റെ ആകാം. കാരണം റീസെൻ്റ്ലി ഒരു ഇതിനകത്ത് ഞാൻ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂ ജാക്മാൻ വരെ ടോബി മെക്യോൻ്റെ സ്പൈഡർമാൻ്റെ കൂടെ ആക്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടായിരുന്നു. പണ്ട് പുള്ളിക്കാരൻ എക്സ്മാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവർ ചെറിയ രീതിയിൽ ഒരു ക്രോസ് ഓവർ ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ സോണി ബീയിങ് സോണി അതുകൊണ്ട് മാത്രമാണ് നമുക്കത് ലഭിക്കാതെ പോയിട്ടുണ്ടായിരുന്നത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഡെഡ്പൂളും സ്പൈഡർമാനും തമ്മിൽ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ ഏത് സ്പൈഡർമാൻ്റെ വെർഷനാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം? ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആര് ജയിക്കും? അതും കൂടി നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ ഇനി നമുക്ക് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയുടെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് റയാൻ റെനോൾഡ്സ് എന്ന ഒരു പോസ്റ്റ് പുള്ളിക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പറഞ്ഞാൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുവാണ്. സിനിമ തിയേറ്റേഴ്സിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ടിരിക്കുക തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വർക്കും കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും അത് കൂടാതെ തന്നെ ഇടയ്ക്ക് അവർ രണ്ടാമത് റീഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ എഡിറ്റിങ്ങും പ്രോസസ്സും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് തിയേറ്ററിൽ കാണാം എന്ന് മാത്രമാണ് റയാൻ റെനോൾഡ്സ് പോസ്റ്റും ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ചൈനയിലും റിലീസ് ചെയ്യാൻ പോവുക തന്നെയാണ്. കാരണം ഡെഡ്പൂൾ 1ഉം ഡെഡ്പൂൾ 2ഉം ചൈനയിൽ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം സിനിമയ്ക്ക് R റേറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ അവർ PG-13 ആക്കി, അങ്ങനെ എന്തൊക്കെയോ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ചൈനയുടെ കാര്യമല്ല, ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ്റെ കാര്യം തന്നെയാണ്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് 26 ജൂലൈ 2024 ആണ്. പക്ഷേ ജപ്പാനിൽ ഈ സിനിമ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്യാൻ പോവാണ്. 24-നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ ജലസ് എനിക്ക് തോന്നുന്നുണ്ട്. ജപ്പാൻകാർക്ക് 2 ദിവസം മുമ്പ് ഈ സിനിമ കാണാൻ കഴിയും. പക്ഷെ നമുക്ക് ആർക്കും പറ്റില്ല. അവന്മാർ സ്പോയിൽ ചെയ്യാൻ തുടങ്ങുന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിനും മാത്രം കമ്മിയോസ് നമുക്ക് എന്താണ് സിനിമയ്ക്കകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ്.
സോ എന്താണെങ്കിലും അത് അങ്ങനെ സംഭവിക്കും. അതായത് 20-ാം തീയതി കഴിഞ്ഞ് ഇന്റർനെറ്റിൽ പോലും കയറി നോക്കരുത്. അതായത് ഡെഡ്പൂൾ എന്ന് പറഞ്ഞൊരു വാക്ക് പോലും സെർച്ച് ചെയ്യാതിരുന്നില്ല, നിങ്ങൾക്ക് സ്പോയിലറിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആൻഡ് ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വീക്കെൻഡിനകത്ത് അല്ലെങ്കിൽ ഓപ്പണിംഗ് ചെയ്യുന്നത് 200 മുതൽ 250 ബില്യൺ ആണ് അവർ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് തന്നെയാണ്. അതായത് 200 to 250 മില്യൺ ആണ് അവർ ആക്ച്വലി ഓപ്പണിങ്ങിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ R-rated മൂവിയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കൂടി ആയിരിക്കും ഇതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പറഞ്ഞ പോലെ കണക്കുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ, അതായത് ഈ പറഞ്ഞ ഫിഗേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ ലഭിക്കട്ടെ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയിലെ ന്യൂസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിനകത്ത് എന്തിനകത്താണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? 2 ദിവസം മുമ്പേ നിങ്ങൾ ജപ്പാനിൽ പോയി ആരെങ്കിലും ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.